PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സയൻസിലെ 100 മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നവർ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് വേണ്ടി മാത്രം നമ്മൾ കാലത്ത് 10 മണിക്കും ഉച്ചയ്ക്ക് 1 മണിക്കും 2 വീഡിയോസ് ചെയ്യുന്നുണ്ട്. കൂടാതെ കാലത്ത് 6 മണിക്ക് എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സും രാത്രി 8 മണിക്ക് ലൈവായിട്ട് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് നമ്മൾ ടോപ്പിക് വൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. മാക്സിമം ഉദ്യോഗാർത്ഥികൾക്കൂടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കൊഴുപ്പിൻ്റെ ഒരു ഘടകം ഏതാണ്? കാണുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ഏതാണ് കൊഴുപ്പിൻ്റെ ഘടകം? ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ്. കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്, കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം. ശ്രീകാര്യമാണ് അല്ലേ, തിരുവനന്തപുരത്തെ ശ്രീകാര്യം. ശാസ്ത്രീയമായി മുയൽ കൃഷി ചെയ്യുന്നത് എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? മുയൽ കൃഷി ചെയ്യുന്നത് ക്യൂണി കൾച്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്യൂണി കൾച്ചർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗമാണ് പല്ലിന്റെ ഇനാമൽ. പല്ലിന്റെ ഇനാമൽ. പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ്? പന്നിപ്പനിക്ക് കാരണമായ വൈറസ് ആണ് H1N1. H1N1. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഘടകം ഏത്? തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ എന്ന ഹോർമോൺ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഘടകമാണ് അയോഡിൻ. അയോഡിൻ. രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യം വേണ്ട വൈറ്റമിൻ ഏത്? രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. ശരീരത്തിലെ രാസപരീക്ഷണശാല, ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. കരൾ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഓപ്ഷൻ എ, റെഡ് ഡേറ്റ ബുക്ക്. റെഡ് ഡേറ്റ ബുക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതിലൂടെയാണ് ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത്? ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? ഓപ്ഷൻ സി ആണ്, ഇരുമ്പിലൂടെയാണ് കേട്ടോ, ഇരുമ്പ്. ഉത്കൃഷ്ടവാതകം ഏത്? ഉത്കൃഷ്ടവാതകം തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ്, നിയോൺ ആണ്, നിയോൺ. അന്തർവാഹിനികളിൽ ഇരുന്നു കൊണ്ട് സമുദ്രോപരിതലത്തിലുള്ള ദൃശ്യങ്ങൾ കാണുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ, പെരിസ്കോപ്പ് ആണ്, പെരിസ്കോപ്പ്. സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് ടൈറ്റൻ? ടൈറ്റൻ എന്നത് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ശനിയുടെ ഉപഗ്രഹമാണ് ടൈറ്റൻ. ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന്റെ ഊർജം, കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിന്റെ ഊർജം ഏതാണ്? സ്ഥിതികോർജം. സ്ഥിതികോർജം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? പിണ്ഡം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. ഏത് ലോഹത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്? ബോക്സൈറ്റ് എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ അയിരാണ്, അലൂമിനിയം. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ്. ഐസ് ഉരുകുന്ന താപനില, ഐസ് ഉരുകുന്ന താപനിലയാണ് ഓപ്ഷൻ ഏതാ? ബി ആണ്, 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ് ഉരുകുന്നത്. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ആര്? ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ഓപ്ഷൻ ഡി ആണ്, ഷീലെ. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എഗെയിൻ റിപ്പീറ്റ് ആണ്, ഓപ്ഷൻ ഡി, അസറ്റിക് ആസിഡ്. ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓർണിത്തോളജി എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏത്? പേപ്പട്ടി വിഷബാധ ഏൽക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, തലച്ചോറിനെ ബാധിക്കുന്നതാണ് പേപ്പട്ടി വിഷം. പന്നിയൂർ 1 എന്നത് താഴെ പറയുന്ന ഏതിനും സസ്യത്തിന്റെ സങ്കരയിനമാണ്? പന്നിയൂർ 1 എന്ന് പറയുന്നത് കുരുമുളകിന്റെ സങ്കരയിനമാണ്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? പത്തോളജി എന്നാണ് കേട്ടോ, പാത്തോളജി. പാത്തോളജിയാണ് രോഗങ്ങളെ കുറിച്ചുള്ള പഠനം.
മാവിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. ഇന്ത്യ. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാവുന്ന രോഗമാണ് സ്കർവി. കോപ്പർ സൾഫേറ്റ് എന്ന രാസനാമം സൂചിപ്പിക്കുന്ന വസ്തുവാണ് തുരിശ്. ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്നത് ഹൃദയം. കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ. ആഗോളതാപനത്തിന് കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ സി ആണ്, നീൽസ് ബോർ ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയത് നീൽസ് ബോർ. ബോക്സൈറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? ബോക്സൈറ്റ് എന്ന് പറയുന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ ബി അലൂമിനിയം. മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? മെൻഡലിയേവ് ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ. അടുത്തത് കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ്. ഓപ്ഷൻ സി ഹൈഡ്രജൻ. താഴെ കൊടുത്തവയിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് ജൂൾ. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാ? പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എന്ന് പറയുന്നത് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിന്റെ നിറം? ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന നിറം കറുപ്പ് നിറമാണ്. കറുപ്പ്. കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഏത്? കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാവയലറ്റ്. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഏത്? പലായന പ്രവേഗം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴം. വ്യത്യസ്ത മൂലകങ്ങളുടെ തുല്യ എണ്ണം ന്യൂട്രോണുകളുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നതാണ് ഐസോട്ടോണുകൾ. ആവർത്തന പട്ടികയുടെ നാലാമത്തെ പീരിയഡിലുള്ള മൂലകങ്ങളുടെ എണ്ണമാണ് 18. ഘനജലത്തിലുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഘനജലത്തിലുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് ഡ്യൂട്ടീരിയം. സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് വെള്ളി. മെർക്കുറിയുടെ അയിര് ഏത്? മെർക്കുറിയുടെ അയിര് സിനബാർ ആണ്. സിനബാർ. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം ഏത്? ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലമാണ് അഡ്ഹിഷൻ. ചുവന്ന പ്രകാശവും നീലപ്രകാശവും ചേർന്നുണ്ടാവുന്ന ദ്വിതീയ വർണ്ണം ഏത്? ചുവന്ന പ്രകാശവും നീലപ്രകാശവും ചേർന്നുണ്ടാവുന്ന ദ്വിതീയ വർണ്ണമാണ് മജന്ത. ശബ്ദത്തിന്റെ ഉച്ചത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതാണ്? ഉച്ചത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഡെസിബൽ ആണ്. 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് 212. മനുഷ്യാസ്ഥികൂടത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാ? ഓപ്ഷൻ ബി 206. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലമാണ് ഓപ്ഷൻ എ പെരികാർഡിയം. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ജീവകമാണ് ജീവകം ഇ. ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന വൈറസ് രോഗം ഏതാണ്? ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന വൈറസ് രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഏത് വിളയുടെ ശാസ്ത്രീയ നാമമാണ് പൈപ്പർ നൈഗ്രം എന്ന് പറയുന്നത് ഏത് വിളയുടെ ശാസ്ത്രീയ നാമമാണ്? കുരുമുളകിന്റെ ശാസ്ത്രീയ നാമം. ലോക പ്രമേഹ ദിനം എന്നാണ്. ലോക പ്രമേഹ ദിനം നവംബർ 14. മൂലകങ്ങൾ വർഗീകരിക്കുവാനുള്ള ആദ്യകാല ശ്രമങ്ങൾക്ക് തുടക്കമിട്ട ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ആരാണ്? മൂലകങ്ങൾ വർഗീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ട ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ് ലാവോസിയെ. രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനും അവയുടെ വളർച്ച തടയുന്നതിനും ഔഷധങ്ങളിൽ ഏതു വിഭാഗമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്? രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിനും വളർച്ച തടയുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്
ആന്റിബയോട്ടിക്കുകൾ. ഇനി അടുത്തത്, നമുക്ക് ഒരു ഊർജ രൂപത്തെ മറ്റൊരു ഊർജ രൂപമാക്കി മാറ്റാൻ കഴിയും. അങ്ങനെയെങ്കിൽ വൈദ്യുത ഫാന് കറങ്ങുമ്പോൾ വൈദ്യുതോർജത്തെ എന്താക്കിയിട്ടാണ് മാറ്റുന്നത്? എന്ത് ഊർജമാക്കി മാറ്റുന്നു? ഫാന് കറങ്ങുമ്പോൾ വൈദ്യുതോർജം എന്തായിട്ടാണ് മാറുന്നത്? ഫാന് കറങ്ങുന്ന സമയത്ത് വൈദ്യുതോർജം എന്ന് പറയുന്നത് താപോർജമായിട്ടാണ് മാറുന്നത്. ഓപ്ഷൻ ബി ആണ്, യാന്ത്രികോർജമായിട്ടാണ് മാറുന്നത് അല്ലെ. ഫാന് കറങ്ങുമ്പോൾ വൈദ്യുതോർജം എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? യാന്ത്രിക ഊർജമായിട്ട് മാറുന്നു അല്ലെ. യാന്ത്രിക ഊർജമായിട്ട് മാറുന്നു. അടുത്തത്, മിനുസമുള്ള തറയിൽ വെള്ളമുണ്ടെങ്കിൽ ഒരാൾ തെന്നി വീഴാൻ സാധ്യത ഏറെയാണ്. മിനുസമുള്ള തറയിൽ വെള്ളമുണ്ടെങ്കിൽ തെന്നി വീഴാൻ സാധ്യത ഉള്ളതാണ്. അപ്പൊ അതിന് കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഘർഷണബലം കുറവായതുകൊണ്ട് അല്ലെ. ഘർഷണബലം കുറവായതുകൊണ്ടാണ് തെന്നി വീഴാൻ സാധ്യത കൂടുതൽ. അടുത്ത ചോദ്യം, ശബ്ദം ഉപയോഗിച്ച് വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ശബ്ദം ഉപയോഗിച്ച് വസ്തുക്കളുടെ സ്ഥാനം നിർണ്ണയിക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ എന്ന് പറയുന്നത് കേട്ടോ. സോണാർ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ഏറ്റവും നീളം കൂടിയ അസ്ഥിയാണ് തുടയെല്ല് എന്ന് പറയുന്നത്. ഡോട്ട്സ് ഏതു രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോട്ട്സ് എന്ന് പറയുന്നത് ക്ഷയവുമായി ബന്ധപ്പെട്ടതാണ് ഡോട്ട്സ്. കേരളത്തിലെ റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയം ജില്ലയിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങുന്ന ആധികാരിക രേഖ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെക്കുറിച്ചുള്ള ആധികാരിക രേഖയാണ് റെഡ് ഡേറ്റ ബുക്ക്. കാർഡിയോളജി ഏത് ശരീരാവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർഡിയോളജി എന്ന് പറയുന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? റാംസാർ കൺവെൻഷൻ ആണ്. റാംസാർ കൺവെൻഷൻ ആണ് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും ലക്ഷ്യമിടുന്ന അന്താരാഷ്ട്ര ഉടമ്പടി. ഏത് ജീവിയെ ശാസ്ത്രീയമായി വളർത്തുന്നതാണ് എപ്പികൾച്ചർ? എപ്പികൾച്ചർ എന്ന് പറയുന്നത് തേനീച്ച വളർത്തലാണ് അല്ലെ. തേനീച്ച വളർത്തൽ. അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിന്റെ അളവ് കൂടുന്നതാണ് ആഗോളതാപനത്തിന് കാരണമാക്കുന്നത്? ആഗോളതാപനത്തിന് കാരണമാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുമ്പോഴാണ്. കർപ്പൂരം കത്തിയെരിയുമ്പോൾ അത് ഏതവസ്ഥയിലാണ് എത്തിച്ചേരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞിട്ട് വാതക അവസ്ഥയിലാണ് അല്ലെ. നേരിട്ട് ഖരം വാതകമായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹം ഏതാണ്? സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹമാണ് മെർക്കുറി. അടുത്ത ചോദ്യം, ചരലിലൂടെയും മണലിലൂടെയും കടത്തിവിട്ട് ജലം ശുദ്ധീകരിക്കുന്ന മാർഗമാണ്. ചരലിലൂടെയും മണലിലൂടെയും കടത്തിവിട്ട് ജലം ശുദ്ധീകരിക്കുന്ന മാർഗം ഏതാണ്? ഫിൽട്രേഷൻ. മോട്ടോർ വാഹനങ്ങൾ പുറംതള്ളുന്ന പുകയിൽ അമിതമായി അടങ്ങിയിരിക്കുന്ന വാതകം. മോട്ടോർ വാഹനങ്ങൾ പുറംതള്ളുന്ന പുകയിൽ അമിതമായി അടങ്ങിയിരിക്കുന്ന വാതകമാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ദൃശ്യപ്രകാശത്തിലെ എല്ലാ വർണ്ണരശ്മികളെയും ആഗിരണം ചെയ്യുന്ന പ്രതലം ഏത് നിറത്തിലാണ് കാണപ്പെടുക? ദൃശ്യപ്രകാശത്തിലെ എല്ലാ വർണ്ണരശ്മികളെയും ആഗിരണം ചെയ്യപ്പെടുന്ന പ്രതലം കാണപ്പെടുന്ന നിറമാണ് കറുപ്പ് നിറം. ആസിഡിന്റെ സാന്നിധ്യത്തിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്തായി മാറുന്നു? ആസിഡിന്റെ സാന്നിധ്യത്തിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്തായിട്ടാണ് മാറുന്നത്? ചുവപ്പ് നിറമായിട്ട് മാറും. ഒരു ലോഹത്തിനു മുകളിൽ വൈദ്യുതിയുടെ സഹായത്തോടെ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ്. ഒരു ലോഹത്തിനു മുകളിൽ വൈദ്യുതിയുടെ സഹായത്തോടു കൂടി മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്താണ്? വൈദ്യുത ലേപനം. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി ജീവകം കെ. ശുദ്ധജലത്തിന്റെ pH മൂല്യം. ശുദ്ധജലത്തിന്റെ pH മൂല്യം pH 7 ആണ്. 7 ആണ് ശുദ്ധജലത്തിന്റെ pH മൂല്യം. പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. പഴങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാവുന്ന രോഗം ഏതാണ്? മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാവുന്ന രോഗം ക്വാഷിയോർക്കർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ഏത്? ത്വക്ക് എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ തീവ്രത കണക്കാക്കുന്ന യൂണിറ്റ്. ശബ്ദത്തിന്റെ തീവ്രത കണക്കാക്കുന്ന യൂണിറ്റ് ആണ് ഏത്? ഡെസിബൽ. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ കലയിൽ നിന്നോ ചെടികൾ വളർത്തിയെടുക്കുന്ന രീതിയെയാണ് എന്തെന്ന് പറയുന്നത്?
ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ കലയിൽ നിന്നോ ചെടികൾ വളർത്തിയെടുക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ. താഴെ പറയുന്നവയിൽ ഏതാണ് മുളകിന്റെ സങ്കര ഇനം? മുളകിന്റെ സങ്കര ഇനം ഏതാ? ഉജ്ജ്വല. ഉജ്ജ്വല. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം. ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. സെറികൾച്ചർ ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്? സെറികൾച്ചർ എന്ന് പറയുന്നത് പട്ടുനൂൽ പുഴു അല്ലെ, പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് സെറികൾച്ചർ. പക്ഷികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ഏത്? ഓപ്ഷൻ ബി ഓർണിത്തോളജി. വൈദ്യുത ബൾബിൽ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം. വൈദ്യുത ബൾബിൽ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമാണ് ഓപ്ഷൻ ഡി ടങ്സ്റ്റൺ. പ്രകാശ സംശ്ലേഷണത്തിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ബി ഓക്സിജൻ ആണ് പ്രകാശ സംശ്ലേഷണത്തിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം. ജലം വഴി പരാഗണം നടത്തുന്ന സസ്യം ഏതാണ്? ജലം വഴി പരാഗണം നടത്തുന്നത് കുരുമുളക്. കുരുമുളക്. അടുത്തത് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ്. ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28-നാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? അന്തരീക്ഷമർദ്ദം അളക്കുന്നത് ബാരോമീറ്റർ. ബാരോമീറ്റർ. ഏത് രാസവസ്തുവിന്റെ രാസനാമമാണ്? സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് എന്തിന്റെ രാസനാമമാണ്? ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ. അടുത്ത ചോദ്യം, കാർഡിയോളജി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർഡിയോളജി എന്നത് ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയത് JC ബോസ് ആണ് കേട്ടോ. JC ബോസ്. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ ആണ്. സിലിക്കൺ. വൈദ്യുതിയുടെ നല്ല ചാലകം തന്നിരിക്കുന്നതിൽ വൈദ്യുതിയുടെ നല്ല ചാലകമാണ് ക്ഷാരജലം. ക്ഷാരജലം. വായുവിന്റെ തിരശ്ചീന ചലനമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വായുവിന്റെ തിരശ്ചീന ചലനം അറിയപ്പെടുന്ന പേരാണ് കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സയൻസിലെ 100 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് മുൻപ് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും കണ്ട് പ്രയോജനപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്